പയ്യന്നൂർ ശ്രീ വിഠോബ ക്ഷേത്രത്തിൽ സഹസ്ര കുംഭാഭിഷേകം മെയ് 30-ന്. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ ആരാധനാ കേന്ദ്രമായ പയ്യന്നൂർ ശ്രീ വിഠോബ ക്ഷേത്രത്തിന്റെ സുവർണ പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് മെയ് 30-ന് വ്യാഴാഴ്ച സഹസ്ര കുംഭാഭിഷേകം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂരിലെ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ പ്രധാന ആരാധനാ കേന്ദ്രമായ ശ്രീ വിഠോബ ക്ഷേത്രത്തിൻ്റെ സുവർണ പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം ഇവിടെ വൈവിധ്യമാർന്ന ദൈവിക ആധ്യാത്മിക പരിപാടികൾ നടന്നു വരികയാണ്. അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ വരുന്ന മെയ് 30-ന് നമ്മുടെ ആരാധ്യ ദേവർക്ക് സഹസ്ര കുംഭാഭിഷേകം നടക്കുകയാണ്. ഈ സഹസ്ര കുംഭാഭിഷേക ചടങ്ങിന് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ ആധ്യാത്മിക ആചാര്യനും കാശി മഠാധിപതിയുമായ ശ്രീമദ് രാഘവേന്ദ്ര തീർത്ഥ സ്വാമികളാണ്. നമ്മുടെ ക്ഷേത്രം മേൽശാന്തി ശ്രീ എൻ ഗണപതി ഭട്ടിൻ്റെ നേതൃത്വത്തിൽ 30ഓളം വൈദികർ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കും. കാശി മഠാധിപതി ശ്രീമദ് രാഘവേന്ദ്ര തീർത്ഥ സ്വാമികളാണ് കുംഭാഭിഷേകം നടത്തുന്നത്. ക്ഷേത്രം മേൽശാന്തി എൻ ഗണപതി ഭട്ടിന്റെ നേതൃത്വത്തിൽ 30ഓളം വൈദികർ ഹോമ, അഭിഷേക, പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കും. 26-ന് ഞായറാഴ്ച ധ്വജാരോഹണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ഒരു നൂറ്റാണ്ട് മുൻപ് തെക്കേ ബസാറിലെ അനന്തശേണായിയുടെ കടമുറിയുടെ തട്ടിൻപുറത്ത് രാധാകൃഷ്ണ സങ്കല്പത്തിലുള്ള വിഠോബദേവന്റെ ഫോട്ടോ വെച്ച് എല്ലാ ശനിയാഴ്ചകളിലും ഏകാദശി ആരാധന നടത്തിയതിൽ നിന്നാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം. 1950ഓടുകൂടി ഇപ്പോഴത്തെ ടാക്സി സ്റ്റാൻഡിന് സമീപം സ്വന്തമായി സ്ഥലം വാങ്ങി അവിടെ ഒരു ഭജന മന്ദിരം നിർമ്മിക്കുകയും തൊട്ടടുത്ത് തന്നെ മീൻ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് കാരണം 4-5 വർഷങ്ങൾക്ക് ശേഷം തെക്കേ ബസാറിൽ സ്വന്തമായി സ്ഥലം വാങ്ങി ചെറിയ രീതിയിൽ ക്ഷേത്രം നിർമ്മിച്ച് 1974 മെയ് മാസത്തിൽ പ്രതിഷ്ഠ നടത്തി ആരാധന തുടങ്ങുകയാണ് ഉണ്ടായത്. പത്രസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജി തേജ്രാജ് മല്ലർ, ജനറൽ കൺവീനർ വി ഉപേന്ദ്ര ഷേണായ്, ട്രഷറർ എൻ സുരേഷ് ഷേണായ്, ക്ഷേത്രം മേൽശാന്തി എൻ ഗണപതി ഭട്ട്, GSB സമാജം പ്രസിഡന്റ് ഹരീഷ് എം ഷേണായ്, സെക്രട്ടറി ദീപക് എൻ പൈ, ട്രഷറർ വി നരേന്ദ്ര ഷേണായ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്. ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.